നമ്മൾ കാനാലാഭത്തോടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വിസ്മരണീയതയും ഒക്കെ അവിടെ പാടിക്കൊണ്ടാണ് പിന്നെ അടുത്തത് എഴുതി നരകുല മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ എഫെസൂസിൽ നാഥാജനതനീ ഗ്രന്ഥം ധ്യാനിപ്പോനിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. വീണ്ടും വിശ്വാസികളെ വചന ശുശ്രൂഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം വിശുദ്ധ കുർബാന എന്നതിൽ യേശുവിൻ്റെ ജീവിതം എന്നതിലൂടെ വാസ്തവത്തിൽ വചനം മാംസമാണ് നമ്മുടെ ഇടയിൽ വസിച്ചതിൻ്റെ ആ ആദ്യഘട്ടമാണ്. അതാണ് ഇനിയും നമ്മൾ സ്വന്തമാക്കാൻ ആഴത്തിൽ ശ്രമിക്കേണ്ടത്. വചനം മാംസമാണ്. വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ആ വചനത്തിൻ്റെ പുകഴ്ചയും ആരാധനയുമാണ് നമ്മൾ. വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. വചനം അത്രയ്ക്ക് മഹാത്മ്യമുള്ള ഒന്നാണ്. വചനം ദൈവം തന്നെയാണ്. വചനമാകുന്ന അതുകൊണ്ടാണ് നമ്മൾ ഭയഭക്തിയോടെ രണ്ട് വശത്തും എഴുതിരിയെല്ലാം പിടിച്ച് വചനമായിട്ട് വചനപീഠത്തിലേക്ക് വരുന്നു. അപ്പോൾ വചനവേദി ഒന്ന്, ബലിവേദി മറ്റൊന്ന്. ഇത് രണ്ടും വ്യത്യസ്ത വേദികളാണ്. വചനവേദിയിൽ യേശുവാകുന്ന വചനത്തെ മുറിച്ച് നമുക്ക് നൽകുന്നു. ബലിവേദിയിൽ യേശുവാകുന്ന ഈ ജീവന്റെ ശരീരത്തെ മുറിച്ച് നമുക്ക് നൽകുന്നു. രണ്ടിടത്തും ഒരു മുറിക്കൽ നടക്കുന്നു. അപ്പോൾ ഈ വചനവേദിയിലേക്ക് വൈദികൻ വരുമ്പോൾ യേശു തന്നെയാണ് അവിടെ വരുന്നത്. യേശു അന്ന് വചനമായിട്ട് ലോകത്തിലേക്ക് വന്നുകൊണ്ട് ലോകത്തിന് വചനമാകുന്ന ദൈവത്തെ നൽകിയ
ആ സംഭവത്തിൽ കടന്നു പോയിട്ടില്ല. ഇപ്പോൾ അത് കടന്നുകൊണ്ടിരിക്കുന്നു. അത് അന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ വന്ന യേശു നിത്യനായ ദൈവമാണ്. ആ നൽകിയ വചനം അനന്ത ജീവന്റെ വചനമാണ്. അപ്പോൾ ആ വചനം തീർന്നോ? അപ്പോൾ ആ വചനം അന്ന് ജീവിച്ചിരുന്നവർക്ക് കൊടുത്ത പോലെ ഇന്ന് ജീവിക്കുന്ന നമുക്ക് യേശു നൽകുന്നു. അതാണ് വിശുദ്ധ കുർബാനയിൽ വചനം പ്രഘോഷിക്കുകയും വചനം വ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്നത്. ഈ സമയം യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടമാണ്. ഈ പരസ്യ ജീവിത കാലഘട്ടത്തിന്റെ പുനരാവിഷ്കരണമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ആ വചന ശുശ്രൂഷ കഴിഞ്ഞ് വൈദികൻ ഇതാ വചനവേദിയിൽ നിന്നും ബലിവേദിയിലേക്ക് വരുമ്പോൾ വൈദികൻ അഥവാ യേശു കുഞ്ഞാടായി മാറുകയാണ്. യേശു ബലി അർപ്പകനും ബലി അർപ്പണ വസ്തുവുമാണ്. പുരോഹിതൻ എന്ന നിലയ്ക്ക് യേശു ബലി അർപ്പിക്കുന്നു. എന്നാൽ ബലിവസ്തുവാകുന്ന കുഞ്ഞാടോ അതും യേശു തന്നെയാണ്. യേശു തന്നെയാണ് ബലിവസ്തു. ഇവിടെയാണ് വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യം. അവിടെ വേറെ കുഞ്ഞാടില്ല, യേശു തന്നെയാണ് കുഞ്ഞാട്. അപ്പോൾ ആ കുഞ്ഞാടായിട്ട് യേശു തന്നെ അർപ്പിക്കുമോ? ബലി അർപ്പകനും ബലി അർപ്പണതും ഒരാൾ തന്നെ, ബലി വസ്തു ഒരാൾ തന്നെ. അപ്പോ ആ അവസ്ഥയിൽ രക്ഷാകര സംഭവത്തിന്റെ ആ പീഡാസനവും മരണവും യേശു അന്ന് അനുഭവിച്ചത്, യേശു അന്ന് അർപ്പിച്ചത് അതൊരിക്കലും കഴിഞ്ഞിട്ടില്ല. അത് അനന്തമാണ്. നിത്യനായ ദൈവം നിത്യതയിലേക്കുള്ള ബലിയാണ് അർപ്പിച്ചത് കൊണ്ട് അതിവിടെ നമുക്ക് അന്ന് യേശു അർപ്പിച്ച സമയത്ത് എന്നതുപോലെ നമുക്കത് അനുഭവിക്കാം. ഇങ്ങനെ വിശ്വസിച്ച് നമ്മൾ അതിൽ പങ്കുചേരും. അതുകൊണ്ടാണ് അത് വളരെയധികം ഭയഭക്തി ബഹുമാനങ്ങളോടെയും ആത്മീയതയുടെ ഏറ്റവും ഉത്തമമായ ഉത്കൃഷ്ടമായ ഏറ്റവും ഉയർന്ന ആരാധനയാണ്. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരും. അങ്ങനെ ആ പീഠാസഹനം, മരണം, പുനരുത്ഥാനം ഇതെല്ലാം ഇവിടെ ആവിഷ്കരിക്കപ്പെടുകയും അത് നമുക്ക് അനുഭവമാവുകയും ചെയ്യും. ഇത് ഈ ബോധ്യത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ഈ രക്ഷാകര പദ്ധതിയുടെ നമ്മൾ ഇത്രയും ദിവസം കേട്ട കാര്യങ്ങളുടെ എല്ലാം ഉൾക്കാഴ്ചയിലൂടെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആത്മാവിലൂടെ ഇത് ലോകം മുഴുവനിലേക്കും ഒഴുകുകയാണ്. ലോകം മുഴുവനും വേണ്ടിയാണ്. ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ പല അനുഭവങ്ങളുണ്ടാകാം. ചിലർക്ക് ഒരനുഭവം ഉണ്ടായില്ലെങ്കിലും ഇതാണ് സംഭവിക്കുന്നത്. അപ്പോ യേശുവിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. യേശുവിൻ്റെ മനുഷ്യാവതാരം, യേശുവിൻ്റെ മാമോദീസ, യേശുവിൻ്റെ പരസ്യജീവിതം, യേശുവിൻ്റെ പീഠാസഹനവും മരണവും കഴിഞ്ഞു. ഇനി യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം, പുനരുത്ഥാനം കഴിഞ്ഞ് യേശു വന്നിട്ട് ആദ്യം നൽകിയത് അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. എന്നിട്ട് പറഞ്ഞ വലിയൊരു കാര്യമാണ്, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കും.
എന്ന് പറഞ്ഞ എല്ലാവരും പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധാത്മാവ്. പിതാവ് എന്നെ അയച്ചത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ. ലൂക്ക 4:18 ലൂക്ക 4:14 ലൂക്ക 4:14 ലൂക്ക 4:14 എന്താണ്? യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. എല്ലാവരും അവനെ പുകഴ്ത്തി. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കേട്ടോ, യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി പിതാവ് അയച്ച പോലെ, അതുപോലെ ഓരോ ക്രിസ്ത്യാനിയെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പിതാവ് അയക്കുകയാണ്. ഇത് അപ്പസ്തോലന്മാർക്കും അന്നത്തെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല. ഈ ഊതൽ ആദ്യ സൃഷ്ടിയായ ആദത്തെ ഊതിയതുപോലെ ഇതാ ഇന്ന് ഒരു പുതിയ സൃഷ്ടിയാകുന്നതിന് വേണ്ടി നമ്മളെല്ലാവരിലേക്കും ഊതപ്പെടുത്തും. അങ്ങനെ ഇനി വീണ്ടും പന്തക്കുസ്ത അനുഭവത്തിലേക്ക്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മാവിനെ അയക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പുനരുത്ഥാനത്തിനോടൊപ്പം ഈശോയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ അപ്പോൾ തന്നെ ഈശോ എല്ലാവർക്കും നൽകുകയാണ്. അതിനുശേഷം ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തു. അതാണ് വിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് വാസ്തവത്തിൽ അവിടെ പ്രാർത്ഥിക്കുന്നത് ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. ലത്തീൻ കുർബാനയിലാണെങ്കിൽ എന്ന് പറഞ്ഞ് ഉയർത്തുമ്പോൾ സമയം യേശുവിന്റെ സ്വർഗ്ഗാരോഹണമാണ്. ഈ സ്വർഗത്തിലേക്ക് കയറിയ യേശു വീണ്ടും പന്തക്കുസ്ത സമയത്ത് എല്ലാവരിലേക്കുമായിട്ട്, ലോകം മുഴുവനിലേക്കുമായിട്ട് ഒരു കോസ്മിക് ലെവലിൽ പ്രപഞ്ചം മുഴുവനിലേക്കുമായിട്ടാണ് പന്തക്കുസ്ത ഉണ്ടായത്. അവിടെ കൂടിയിരുന്ന കുറെ പേർക്ക് മാത്രം, ആ കൂടിയിരുന്ന ആളുകൾ അവരതിനു വേണ്ടി പ്രതീക്ഷയോടെ കൂടിയത് കൊണ്ട് അവർക്ക് ലഭിച്ചു. ആ സമയത്ത് കുറെ കൂടി ആളുകളായിരുന്നു അവർക്ക് ലഭിച്ചു. അതിനെ തുടർന്ന് എപ്പോഴെല്ലാം അവർ കൂടി പ്രാർത്ഥിക്കുന്നു അപ്പോഴെല്ലാം ഈ പന്തക്കുസ്ത അനുഭവമാകുക. അതും എന്നേക്ക് വേണ്ടിയായിട്ടാണ് പരിശുദ്ധാത്മാവിന് നൽകിയത്. ഈ പരിശുദ്ധാത്മാഭിഷേകം പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ പോലെ അല്ല. യേശുക്രിസ്തുവിന്റെ പീഠാസനവും ഭരണത്തിലൂടെ യേശു സ്ഥാപിച്ച ദൈവരാജ്യത്തിന്റെ ശക്തി നിറഞ്ഞ പരിശുദ്ധാത്മാവാണ്. അതാണ് നമ്മളുടെ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും ഇതുമായിട്ടുള്ള വ്യത്യാസം. അത് ഈ വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ കുർബാന സ്വീകരണ വഴി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കുന്നത് പറയുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ദൈവ ഐക്യ സമയമാണ്. ദൈവവും മനുഷ്യനും ഒന്നാകും. ദൈവം മനുഷ്യന് വേണ്ടി എളിമയുടെ ഏറ്റവും വലിയ ശുശ്രൂഷയായിട്ട്, ദൈവം സൃഷ്ടാവാണെങ്കിലും ആ സിംഹാസനത്തിൽ നിന്നിറങ്ങി സൃഷ്ടിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു. അങ്ങനെ അവനെ ദൈവമാക്കി മാറ്റുന്നു, അഥവാ ദൈവത്തെ പോലെയാക്കി മാറ്റുന്നു. എങ്കിലും അവൻ സൃഷ്ടി തന്നെ. അതുകൊണ്ടാണ് അതിനുശേഷം സമാപന ശുശ്രൂഷയിൽ പറയുകയാണ്, ഇനി നീ പോകുക, നീ ഈ മുദ്രകുത്തപ്പെട്ട എന്റെ വലതുകരം നിന്നെ സംരക്ഷിക്കുകയും നീ ലോകം മുഴുവനിലേക്ക് പോയി ഈ കുർബാനയായിട്ട് മാറുക.
അപ്പോൾ ഇനി നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഏത് രീതിയിൽ എങ്ങനെ അർപ്പിച്ചാലും ഇത്രയും രഹസ്യങ്ങളെ നമ്മളുടെ ആത്മാവിൽ കണ്ടുകൊണ്ട് നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ, ബലി അർപ്പണം എല്ലാ ദിവസവും ഒരു വലിയ ശക്തിയും വലിയ ആത്മീയ നിർവൃതിയുമായിട്ട് മാറും. അതാണ് ആദ്യ സുവിശേഷ പ്രഘോഷകർക്കുണ്ടായ ഏറ്റവും വലിയ വീര്യം. എമ്മാവൂസിലേക്ക് പോയ ആ ശിഷ്യന്മാർ തളർന്ന് നിരാശരായി, മനം നൊന്ത്, ഇനി എന്ത് ചെയ്യാൻ, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്ന അവൻ ആളുകളെല്ലാം തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു, കഴിഞ്ഞു തരാം, നീ അവിടെ നിന്നിട്ട് എന്താതിനാ എന്ന് പറഞ്ഞ് അവർ മ്ലാനവതരായി എമ്മാവൂസിലേക്ക് മടങ്ങി. ആദ്യത്തെ ഭാഗം. അപ്പോഴാ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോടൊപ്പം നടന്നിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ യേശു പറഞ്ഞു, മോശന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയം അടഞ്ഞവരെ. അത് കഴിഞ്ഞിട്ട് ഈശോതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോഴും അവർക്കൊന്നും മനസ്സിലായില്ല. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു, അപ്പമെടുത്ത് മുറിച്ച് വാഴ്ത്തി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അതിനേക്കാൾ ഉപരി എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞതോടുകൂടി അവരുടെ മ്ലാനത പോയി, അവരുടെ തളർച്ച പോയി, അവരുടെ സകല ക്ഷീണം മാറി. അവർ പറയുകയാണ്, ഇപ്പൊ തന്നെ നമുക്ക് ജെറുസലേമിലേക്ക് മടങ്ങണം. ഇപ്പൊ തന്നെ 12 കിലോമീറ്റർ നടന്ന് വളരെ തളർന്നു വന്ന അവർ ഉടനെ തന്നെ ജെറുസലേമിലേക്ക് അവർ എവിടെ ഉപേക്ഷിച്ച് പോന്നോ, ഇനി ഈ പാർട്ടിയുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ അവർ ഉടനെ അവിടെ മടങ്ങുകയാണ്. അതാണ് മിഷൻ അവിടെയാണ് ആരംഭിച്ചത്. അവർ ആദ്യം പ്രഘോഷിച്ചതാണ്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞങ്ങൾ അവനെ കണ്ടു. അതാണ് നമ്മളുടെയും സുവിശേഷം. ഞാൻ അവനെ കണ്ടു, ഞാൻ അവനെ അനുഭവിച്ചു, അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു, അവൻ ജീവിക്കുന്നു. ഇത് പറയാനുള്ള ശക്തി അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഈ വിശുദ്ധ കുർബാനയിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ അയക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ മിഷനാണ്. നമുക്കൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞു സ്തുതിക്കാം. ഒരിക്കൽ കൂടി യേശുവേ സ്തോത്രം. ഇനി അല്പസമയം ഒന്ന് മൗനമായി ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ, ഇത്രയും ദിവസത്തിലെ ഈ കേട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സംശയം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്സിലാക്കില്ല ക്ലിയറായിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കോൺഫ്ലിക്റ്റ്, എന്തോ ഒരു പരസ്പര വിരുദ്ധമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാം. ഒന്ന് ചിന്തിക്കുക, ഒന്ന് ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ പറഞ്ഞത് മുഴുവനായില്ലയോ, എന്തിനെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമോ